പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ പവർഫുള്ളായ ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ദിക്ർ വെള്ളിയാഴ്ച ദിവസം നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് വലിയ ആരിഫീങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ ദിക്ർ, എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്നെല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 അൽഹംദുലില്ല പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് നമ്മൾ ധാരാളം ഹംദ് പറഞ്ഞാൽ, അൽഹംദുലില്ല പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യും. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൽ പെട്ടതാണ് ധാരാളം അൽഹംദുലില്ല പറയുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക. നമ്മൾ ഉളു എടുക്കുമ്പോൾ ഫർളായ നീയത്ത് വെക്കാറുണ്ടല്ലോ, അത് എപ്പോഴാണ് വെക്കേണ്ടത്? മുൻകൈ കഴുകുന്ന അവസരത്തിലാണോ അതല്ല മുഖം കഴുകുന്ന സമയത്താണോ നീയത്ത് വെക്കേണ്ടത്? അറിയുന്നവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച അത്ഭുതങ്ങൾ നിറഞ്ഞ ദിവസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വളരെ വ്യക്തമായി റസൂലുള്ള പറയുന്നുണ്ട്. അഥവാ വെള്ളിയാഴ്ച ഒരുപാട് പോരിശകൾ നിറഞ്ഞതാണ്. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. കാരണം എന്താ? അത് ദിവസങ്ങളുടെ നേതാവാണ്. അതോടൊപ്പം തന്നെ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിവസമാണത്രേ വെള്ളിയാഴ്ച ദിവസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ആ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറയേണ്ട ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം. അതുപോലെ ഈ ലോകം അവസാനിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ മരിച്ചവർക്ക് ഖബറിൽ പ്രത്യേക സംരക്ഷണം അല്ലാഹു നൽകുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം. ഒരാൾ വെള്ളിയാഴ്ച ദിവസമോ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ടാണ് വലിയ ആരിഫീങ്ങളും മഹാന്മാരും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹത്തുക്കളുടെ കിതാബ് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പൊ വെള്ളിയാഴ്ച മരിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ജുമുഅ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അള്ളാഹു നൽകിയത് കൊണ്ടല്ലേ ജുമുഅ നിസ്കാരം അള്ളാഹു വെള്ളിയാഴ്ച ദിവസത്തിൽ തെരഞ്ഞെടുക്കാനുള്ള കാരണം. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് സ്വർഗത്തിൽ പറയുന്ന പേര് യൗമുൽ മസീദ് എന്നാണ്. യൗമുൽ മസീദിന്റെ ദിവസമാണത്രേ സ്വർഗാവകാശികള് അള്ളാഹുവിനെ കാണുക. എല്ലാ ആഴ്ചയിലെ ഒരു ദിവസവും അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം സ്വർഗാവകാശികൾക്ക് അള്ളാഹു കൊടുക്കുകയാണ്. അത് വെള്ളിയാഴ്ചയാണ്. പക്ഷെ സ്വർഗത്തിൽ അതിന് പറയുന്ന പേര് യൗമുൽ മസീദ് എന്നാണ്.
വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അകറ്റി തരട്ടെ. കഴിയുന്ന ആളുകളൊക്കെ വെള്ളിയാഴ്ച ദിവസം ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുന്നതിന് വലിയ പോരിശയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് റസൂലുള്ള ഇങ്ങനെ നേരിട്ട് കാണുമെന്ന് റസൂലുള്ള നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഒരു 300 സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലുക. അതോടൊപ്പം തന്നെ അസർ നിസ്കാരത്തിന് ശേഷം നാം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഗസാലി ഇമാം അടക്കമുള്ള മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ ദിക്റ്? ലാ ഇലാഹ ഇല്ലാ അന്ത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. എന്റെ കൂടെ ഒന്ന് പറയൂ. ലാ ഇലാഹ ഇല്ലാ അന്ത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലാ അന്ത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. എന്റെ കൂടെ ഒന്ന് പറയും. യാ ലാ ഇലാഹ ഇല്ലാ അന്ത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് കേൾക്കണോ? വല്ലാത്ത അർത്ഥാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇസ്മുകളാണ്. അർത്ഥം ഇങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത, അള്ളാഹുവേ നീയല്ലാതെ ആരാധ്യനില്ല, അള്ളാഹു മാത്രമാണ് ആരാധ്യനക്കർഹൻ എന്ന് നമ്മൾ സമ്മതിക്കാണ് ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ. അതോടൊപ്പം തന്നെ നമ്മൾ പറയാണ് യാ ഹന്നാനു, കാരുണ്യവാനായ അല്ലാഹ്, അള്ളാഹു വല്ലാത്ത കാരുണ്യം ചെയ്യുന്നവനാണ്. യാ മന്നാനു, ഔദാര്യം നൽകുന്നവനായ റബ്ബേ. ഇതാണ് യാ മന്നാൻ, ഔദാര്യം നൽകുന്നവനായ അല്ലാഹ്. യാ ബദീഅസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ മാതൃകയായി സൃഷ്ടിച്ച റബ്ബേ. എന്ത് രസത്തിലാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. 7 ആകാശവും 7 ഭൂമികളുണ്ട്. വളരെ മനോഹരായിട്ടല്ലേ ഭൂമിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ വെള്ളം, ചില ഭാഗങ്ങളിൽ കര, ചില ഭാഗങ്ങളിൽ മരങ്ങൾ മാത്രം, ചില ഭാഗങ്ങളിൽ സസ്യങ്ങൾ മാത്രം, ചില ഭാഗങ്ങളിൽ മനുഷ്യന്മാര് മാത്രം. ഇങ്ങനെ വളരെ മനോഹരമായി അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആകാശത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് യാ ബദീഅസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മാതൃകയായി സൃഷ്ടിക്കപ്പെട്ട റബ്ബേ. യാ ദൽ ജലാലി വൽ ഇക്റാം, മഹിമയും ആദരവും ഉടയ റബ്ബേ. അള്ളാഹുവിന് വല്ലാത്ത മഹിമയുണ്ട്, വല്ലാത്ത ആദരവും അള്ളാഹുവിനുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. ഈ അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ദിക്ർ വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യം ചൊല്ല്, അതല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യം ചൊല്ല്. വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം അള്ളാഹു ദുആക്ക് ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ദുആ ചെയ്താലോ എന്തായാലും നമ്മളെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. കാരണം എന്താ? ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ ഇസ്മുകളാണ്. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ പ്രത്യേകം അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകുകയാണ്. നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുകയാണ്. ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കാൻ ഈ പ്രാർത്ഥന ചൊല്ലി, ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമ്മൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. മക്കളിൽ ബറക്കത്ത്, കുടുംബത്തിൽ ബറക്കത്ത്, വീട്ടിൽ ബറക്കത്ത്, ജോലിയിൽ ബറക്കത്ത്, ആയുസ്സിൽ ബറക്കത്ത്, നമ്മളെ കച്ചവടത്തിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്. ഇങ്ങനെ ഏതേത് മേഖല ഉണ്ടോ അതിലൊക്കെ അള്ളാന്റെ ബറക്കത്ത് നമ്മൾക്ക് നൽകും. കാരണം എന്താ? അള്ളാന്റെ ഇസ്മുകൾ ചൊല്ലിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിന്റെ ഇസ്മുകളാണ് നമ്മൾ ചൊല്ലുന്നത്. വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന്റെ ശേഷം അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. അതുപോലെ തന്നെ ടെൻഷൻ മാറും. ഒരുപാട്
ഒരുപാട് ആളുകൾക്ക് ടെൻഷനാണ്, ജോലി അന്വേഷിച്ച് ടെൻഷൻ, മക്കളെ വിവാഹം ആലോചിച്ച് ടെൻഷൻ, വീടിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ, ഇല്ലേ, പരീക്ഷയുടെ റിസൾട്ട് ആലോചിച്ച് ടെൻഷൻ. ഈ ടെൻഷനൊക്കെ മാറാൻ ഈ ദിക്ർ മതി. അത് ആത്മാർത്ഥമായി ചൊല്ലണം. ഞാൻ ആ നേരത്തെ പറഞ്ഞ അർത്ഥം ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക. അർത്ഥം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീ അല്ലാതെ ആരാധ്യനില്ല. ഞാനത് സമ്മതിക്കാണ്. യാ ഹന്നാൻ, കാരുണ്യവാനായ റബ്ബേ. യാ മന്നാൻ, ഔദാര്യവാനായ അല്ലാ. യാ ബദീഅസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മാതൃകയായി അതുല്യമായ നിലക്ക് സൃഷ്ടിച്ചവനായ അല്ലാ. യാദൽ ജലാലി വൽ ഇക്റാം, മഹിമയും ആദരവും ഉടവനായ അല്ലാ. ഇതാണ് അർത്ഥം. ഇത് ചിന്തിച്ചിട്ടാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. എന്നാൽ നമ്മുടെ ടെൻഷനൊക്കെ മാറും, നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. മാത്രമല്ല അള്ളാന്റെ ഇസ്മുകളാണ് നമ്മൾ ചൊല്ലുന്നത്, അള്ളാന്റെ ഇസ്മുകളാണ് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കുള്ള ഒരു അടുപ്പം നമ്മൾക്ക് എളുപ്പമാവും. അള്ളാഹുവിലേക്ക് പെട്ടെന്ന് നമ്മൾക്ക് അടുക്കാൻ കഴിയും. അല്ലാഹ് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളെ ഖൽബിലുണ്ടാകും. വിപത്തുകളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷയാകും ഈ പറയുന്ന ദിക്ർ. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രത്യേകം വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യം ചൊല്ലുക. ഇനി വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് ഇത് ചൊല്ലാൻ കഴിയോ? വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ചെല്ലാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, കാരുണ്യവാനായ അള്ളാഹ്, ഈ ദിക്റിന്റെ മന്ത്രത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളെ വേദനകളും സങ്കടങ്ങളൊക്കെ അകറ്റി തരണേ അല്ലാ. ജോലിയിലും സമ്പത്തിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ആഫത്ത് മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അവസാനം ഞങ്ങൾക്ക് നല്ല നിലക്ക് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. മക്കളിലും കുടുംബത്തിലും അയൽവാസികളിലും ജോലിയിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഭാര്യ മക്കളെ കാക്കണേ അല്ലാ. മാതാപിതാക്കളെ കാക്കണേ അല്ലാ. എല്ലാവരെയും കാക്കണേ അല്ലാ. സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, ഞങ്ങളെ ക്ലാസ് കേൾക്കുന്നവര് പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.